ഒരു സ്പെഷ്യൽ ഡ്രസ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു സ്പെഷ്യൽ ഡ്രസ്സ് എടുക്കാൻ പോകും. ഒരു സ്പെഷ്യൽ ഡ്രസ്സ്, അടിപൊളി ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ആദ്യക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് ഒരു വെറൈറ്റി വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യക്കുട്ടി ഒരു അറബി ഡ്രസ്സിൽ റെഡിയാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബഹ്റിനിൽ സോളമൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശംഭുചേട്ടൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടിങ്ങ് വന്നു. ഇവിടെ ആകുമ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. കിഡ്സിൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ അറബിക് ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യക്കുട്ടിയുടെ സൈസിലുള്ള ഡ്രസ്സ് നോക്കാനായിട്ട് ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കിടന്ന് ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. എല്ലാം നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ഫീലുള്ള ഡ്രസ്സുകളാണ് എല്ലാം. അപ്പോൾ കടയിലെ ചേട്ടൻ ആദ്യക്കുട്ടിയുടെ അളവിലുള്ള ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ശംഭുചേട്ടനാണെങ്കിൽ ആദ്യക്കുട്ടിക്ക് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടിയുടെ അളവിലുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ തലയിൽ വെക്കുന്ന തൊപ്പി നോക്കിയപ്പം ചില തൊപ്പികൾ ആദ്യക്കുട്ടിയുടെ തലയിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ ഓരോരോ തൊപ്പികൾ ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ആ ഒരു അളവിലുള്ള തൊപ്പിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. തൊപ്പിയുടെ ആണെങ്കിലും കിഡ്സിൻ്റെ അറബിക് ഡ്രസ്സ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആദ്യക്കുട്ടിക്ക് തലയിലൊന്നും അങ്ങനെ വെക്കുന്നതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഒരു കുട്ടികൾക്ക് ഇഷ്ടമല്ലല്ലോ ഒന്നും. അപ്പം ഓരോന്നിങ്ങനെ വെച്ച് നോക്കുകയാണ്. പക്ഷേ ഈ തൊപ്പി നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആദ്യക്കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ തൊപ്പിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം മാത്രമല്ല തലയിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. കാണാൻ പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടീനെ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഭയങ്കര രസമായിരുന്നു അവളെ കാണാൻ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊട്ടും തല വെക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. വലിച്ച് എറിയാനായിട്ട് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ വൈറ്റ് ഡ്രസ്സ് ഒന്ന് ഇടിയിച്ചു. കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അത് ടൈലറിങ് ഷോപ്പ് കൂടി. അപ്പം നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ തന്നെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റും. ഷേപ്പ് ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ആ തൊപ്പി ഒന്ന് വെച്ച് നോക്കി. ആ തൊപ്പി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കറക്റ്റ് അറബിക് ലുക്ക് കിട്ടും. പക്ഷെ ആദ്യക്കുട്ടിയുടെ തലയിലോട്ട് അതങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. ആദ്യക്കുട്ടിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടായിരുന്നു അത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇറിറ്റേഷൻസ് അവൾ കാണിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു തലയിൽ ഉറപ്പിച്ച് വെക്കാൻ. പക്ഷെ ഒരു കണക്കിന് അവൾ നിന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വെക്കുമ്പോൾ ഞാൻ നോക്കി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ തൊപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ തല ഇരിക്കാതെ അത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ രണ്ടാമത് പുള്ളിക്കാരനൊരു തൊപ്പി എടുത്തുകൊണ്ട് വന്നു. അതും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ തീരെ ചെറിയ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടിക്ക് അത് കുറച്ച് ലൂസാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതും മാറ്റി. പിന്നെ കുറേ തൊപ്പികൾ കൊണ്ടുവന്നു. മൂന്നാമത്തെ തൊപ്പിയും നല്ലതായിരുന്നു. പക്ഷെ അതിനും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരുപാട് തുണികൾ മടക്കി വെച്ചേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവൾക്ക് ഒരു കംഫർട്ട് കിട്ടുന്നില്ല. അവൾ അത് ഊരി എറിയാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതും മാറ്റി. പുള്ളിക്കാരനോട് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തൊപ്പി ആക്കാൻ പറഞ്ഞു. അപ്പം ലാസ്റ്റ് കൊണ്ടുവന്ന തൊപ്പിയാണ് ഇപ്പോൾ ആദ്യക്കുട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി തൊപ്പിയായിരുന്നു. അവൾക്കും വലിയ വിഷയമൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യക്കുട്ടിയുടെ ഒരു കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഡ്രസ്സെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങിനും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനും വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് പാലക്കാട്ടുള്ള ചമേലി ചാമിങ് എന്ന് പറയുന്നൊരു ബൊട്ടിക്കിൽ നിന്ന് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പം നമുക്ക് നമ്മളിതുവരെ ആ ഡ്രസ്സ് എങ്ങനെയാണെന്നൊന്നും പാറ്റേൺ ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ അവർക്ക് അളവെടുത്ത് അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ അവർ കുറച്ച് കളേഴ്സ് കാണിച്ചു. നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇത്രേ ഉള്ളൂ. അങ്ങനെ അപ്പം നമുക്ക് സാധനം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടാണ് എത്തിച്ചു തന്നത് നാട്ടിൽ നിന്ന്. അപ്പം സാധനം നല്ല പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അവരുടെ ഒരു കാർഡ് ഫ്രണ്ടിൽ അവർ ഈ പാക്കിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം മൂന്ന് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കോസ്റ്റ്യൂം, അതുപോലെ ആദ്യക്കുട്ടിയുടെ കോസ്റ്റ്യൂം, ശംഭുജേൻ്റെ കോസ്റ്റ്യൂം, അങ്ങനെ 3 പേരുടെയും കോസ്റ്റ്യൂം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ഒരുമിച്ച് നമ്മുടെ ടേപ്പ് വെച്ച് ടൈ ചെയ്ത്
ഫ്രണ്ടിൽ അഡ്രസ്സൊക്കെ ഒട്ടിച്ച് നമ്മുടെ ചമേലിയുടെ ചാമിങ്ങിൻ്റെ ഒരു കാർഡും വെച്ചിട്ടാണ് സംഭവം വന്നത്. സംഭവം കിട്ടിയ ഉടനെ തന്നെ നമുക്ക് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അപ്പം പെട്ടെന്ന് ശംഭുചേട്ടൻ പാക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അളവ് കൊടുത്ത് ഒരു 2 days കഴിഞ്ഞപ്പോൾ തന്നെ, എനിക്ക് തോന്നുന്നു 1 day കഴിഞ്ഞപ്പോൾ തന്നെ അവർ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പം ഫാസ്റ്റാണ് കേട്ടോ, അവർ ഡെലിവറിയും ഫാസ്റ്റായിരുന്നു. അപ്പം ഇത് എൻ്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ. ആ കൂട്ടത്തിൽ വെയിറ്റ് കൂടുതൽ എൻ്റെ കോസ്റ്റ്യൂമിനായിരുന്നു. കാരണം ഗൗൺ ആയതുകൊണ്ട് തന്നെ നെറ്റും അതോ കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. പക്ക ഈ കളറല്ല കേട്ടോ, ക്യാമറയിൽ കാണുന്നതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് കാണാൻ നല്ല ഷെയ്ഡാണ്. എൻ്റെ ഗൗണിനകത്തിൽ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, പ്ലെയിൻ ആണ്. അപ്പം ആദിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം ആദിക്കുട്ടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. ആദിക്കുട്ടിയുടെ കോസ്റ്റ്യൂം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുറേ പേജസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും 3 പേർക്കും കൂടെ ഉള്ള ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയൊരു കോണ്ടാക്റ്റാണ് ചമേലി ചാമിങ് എന്ന് പറയുന്നത്. അപ്പം നല്ല കോപ്പറേഷൻ ആയിരുന്നു അവരാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. അപ്പം ഇത് ശംഭുചേട്ടൻ്റെ ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശംഭുചേട്ടൻ്റെ കോസ്റ്റ്യൂം. കാരണം ഒരു വെറൈറ്റി മോഡലിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ശംഭുചേട്ടൻ്റെ ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഫൈനലി നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ ഡ്രസ്സ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആദിക്കുട്ടീൻ്റെ ഡ്രസ്സ് ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മുകളിലത്തേതിനകത്തിലും അവർ കല്ലൊക്കെ വെച്ച് സ്റ്റോൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്ന സംഭവം, അടിപൊളിയായിരുന്നു. അപ്പം ഇത് നമ്മളാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് കാർത്തുമ്പിയുടെ ഡ്രസ്സില്ലേ, തേന്മാവിൻ കൊമ്പത്ത് ഒരു ഗുജറാത്തി പാറ്റേൺ വരുന്ന രീതിയിൽ ആ ഒരു ഡ്രസ്സാണ് കേട്ടോ ഒന്ന്. അതുപോലെ തന്നെ ഇത് കുറച്ച് ആദിക്കുട്ടിക്കുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട്. ബോക്സിനകത്തിൽ ഫുള്ള് ഹെയർ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ആർട്ട് സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് കൊളാബ് അയച്ചു തന്നെയാണ് കേട്ടോ. അപ്പം അടിപൊളി ഹാൻഡ് മെയ്ഡ്, നമ്മൾക്ക് ഇഷ്ടമുള്ളത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരും. ഹെയർ ബാൻഡ്സ് ആണെങ്കിലും ഹെയർ ക്ലിപ്സ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട്. വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.